ഇതിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ ചക്കര കിഴങ്ങ് കണ്ട 4 പുറവും ഇതിൻ്റെ സൈഡിലെല്ലാം നട്ടെ ഒരു ചാക്കിൽ നട്ടെ ചക്കര കിഴങ്ങാണ്. ഒരു വെറൈറ്റി ചക്കര കിഴങ്ങ്. ഇത് കണ്ട, ഇത് ഞാൻ ആടെ വെച്ചതാണ്. ഇപ്പം പടന്നു. ഇതെനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇതിൻ്റെ അകത്ത് പടന്നിട്ട് 4 പുറവും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വിളവ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് കണ്ടില്ലേ, ഇത് ഞാനിവിടെ ഇങ്ങനെ എടുത്ത് വെക്കുന്നത് കണ്ട. ഇതേപോലെ ഇവിടെ എടുത്ത് വെച്ചിട്ട് കണ്ടില്ലേ, ഇതേപോലെ ഇവിടെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഇനി എന്താ വേണ്ടത് വെച്ചാൽ ഞാനിത് ഇതിൻ്റെ അകത്തേക്ക് ചാലിലേക്ക് കൂടി കുറച്ച് വളം ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് പിന്നെ നട്ട് കൊടുക്കലാണ്. കണ്ടേ, ഇത് കടത്തി കൊടുക്കാല ഒരു വെറൈറ്റി രീതിയാണ് ഇത്. ഇനി ഞാനിപ്പോൾ തോലിടുന്നില്ല. തോലിടുമ്പോൾ ഒരുപാട് മണ്ണിട്ട് കൊടുക്കണം, തല പിടിക്കട്ടെ, അല്ലെങ്കിൽ അടിയിൽ ഒരുപാടായിപ്പോൾ. ഞാൻ ഇതിലിടുന്നത് കുറച്ച് വേപ്പ് പിണ്ണാക്ക്, പിന്നെ കുറച്ച് ചാരം, കുറച്ച് ആട്ടും വളം. ഇത് 3 ഇടുന്നില്ല. ഇപ്പം കമ്പോസ്റ്റ് വളം ഇടുന്നു, കുറച്ച് കമ്പോസ്റ്റ് വളം ഇടുന്നുണ്ട്, പൊട്ടി മിശ്രിതം. കണ്ടാ, ഇത് കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് പിന്നെ പടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ഒന്നിൽ പടത്തിയിട്ട് ഇപ്പുറത്തോട്ട് പടത്താം, അല്ല ചവിട്ടി കുറച്ച് പോവും, കിളച്ചിട്ടെല്ലാം അമിഞ്ഞു പോയി. ഇതിവിടെ ഒന്ന് നട്ടിട്ടാകുമ്പോൾ മറ്റേത് നട്ട് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ പടന്ന് വന്ന തലയായത്. 4 പുറമുണ്ട് തല. അത് നമ്മളിങ്ങനെ ഇതിൻ്റെ അടിയിൽ മണ്ണിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കിഴങ്ങ് കിട്ടും. അതാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ നടത്തിയിട്ടില്ല, അതുകൊണ്ട് അത്രപ്പാട് കിട്ടിയിട്ടില്ല. ഒന്നിൻ്റെ അകത്ത് നട്ടിട്ട് നല്ല കിഴങ്ങ് കിട്ടീനി. പക്ഷേങ്കിൽ പിന്നെ ഇത് ഇങ്ങനെ പടത്തി കൊടുക്കണം, എന്നാൽ മാത്രമേ ഒരുപാട് കിഴങ്ങുണ്ടാവുള്ളൂ. 4 ഭാഗം പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിഴങ്ങുണ്ടാവും. അതിനാണ് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടാ, ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് കണ്ടാ, ഇതുപോലെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ മണ്ണിട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഇടക്കിടക്കേ ഇട്ട് കൊടുക്കുക. കണ്ടല്ലോ, കാണുന്നില്ലേ? ഇത് കണ്ട, ഇതേപോലെ ഇട്ട് കൊടുക്കുക, ഇടക്കിടക്കേ ഇട്ട് കൊടുക്കുക. കണ്ട, ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ നടുക്കുന്നെല്ലാം തിരി വരുമ്പോൾ നമുക്ക് രണ്ടാമത് മണ്ണിട്ട് കൊടുക്കാം. ആ സമയത്ത് പണി കൊടുക്കണം, എന്നാൽ മാത്രമേ ഇത് നന്നാവുള്ളൂ. ഇപ്പം തോലിട്ടിട്ടില്ല, അന്നേരം തോലും വളമെല്ലാം വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ ഇട്ട് കൊടുത്തു. ഇത് കണ്ട, ഇതേപോലെ. അതിന് ശേഷം ഇതിങ്ങോളം ഇട്ട് കൊടുക്കണം. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ ഇതേപോലെ ഇട്ട് കൊടുത്താലാണ് വേര് ഒന്നും. ആ വേര് ഒന്നുമ്പോൾ ആ വേരും മേലെ കിഴങ്ങുണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ സൂത്രം, മറ്റൊന്നല്ല. ഉണ്ടല്ലോ, ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇപ്പുറം ഒന്നും കൂടി 2 ഇല കൂടി വെച്ച് കൊടുക്കട്ടെ. എത്രാണ്ട് നമുക്ക് പടത്തി കൊടുക്കാൻ കഴിഞ്ഞാൽ അത്രാണ്ട് നല്ലതാണ്. അത്രപ്പാട് സൗകര്യം ഇവിടെ ഇല്ല, അതുകൊണ്ട് കുറച്ച് സ്ഥലത്ത് മാത്രമേ ഞാൻ പടത്തുന്നുള്ളൂ. ഒരുപാട് സ്ഥലത്ത് നമ്മളിപ്പോൾ ചുറ്റും പടത്തി കൊടുത്താൽ ഒരുപാട് ദൂരം നമുക്ക് കിട്ടും കിഴങ്ങ്. ഒരുപാട് ദൂരത്ത് നമുക്ക് പിന്നെ ഇത് ശരിയാവും. ഒരുപാട് ദൂരത്തേക്ക് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെയാകുമ്പോൾ പിന്നെ ഇത് കുറച്ച് സ്ഥലത്തേ ഉള്ളൂ. അപ്പോൾ അത്രയും കൂടുതൽ വിളവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല സൗകര്യമുള്ള സ്ഥലം നോക്കി, അതും ഞാൻ വെച്ച് കാണിച്ചു തരാം. എൻ്റെ മേലോട്ട് സ്ഥലം ആയിട്ടാകുമ്പോൾ ഞാൻ അങ്ങനെ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പം തൽക്കാലം ഇത് മതി, ഇങ്ങനെ ആക്കാം. പിന്നെ നമുക്ക് സൗകര്യം പോലെ ചെയ്യാം. ഇതിപ്പം കണ്ടല്ലോ, ഇതിലേ കൂടി കുറച്ച് അടിയിൽ കുറച്ച് പോട്ടയും മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഉണ്ടോ. പിന്നെ കുറച്ച് ചാരം ഇട്ട് കൊടുക്കുന്നിട്ട്, ചാരം എല്ലാത്തിനും നല്ല വളമാണ്. അതുകൊണ്ട് ചാരം ഈ അധികം കൃമികൾ കുറയും ചാരത്തിന്. ഈ വേപ്പും പിണ്ണാക്കും അങ്ങനെ തന്നെ. ആട്ടുംവളവും എല്ലാത്തിനും നല്ല ഒരു വളമാണ്. കാലിവളവും നല്ല തന്നെ, എല്ലാം നല്ല തന്നെ. പക്ഷെ എന്നാലും ആട്ടുംവളത്തിന് അതിലും ഗുണം ജാസ്തി ഉണ്ട്. ഇതിപ്പം വേപ്പും പിണ്ണാക്കും കിഴങ്ങിന് ഈ മണ്ണിലുള്ള ഈ കീടങ്ങളെല്ലാം ഈ വേപ്പിൻ്റെ ഇതുകൊണ്ട് പോയിക്കോളും, അതിൻ്റെ മണവും ഇതും കൊണ്ട്. അതിനാണ് ഇതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ഇതെടുത്തിട്ട് ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം. ഉണ്ടോ, ഇതേപോലെ ഉണ്ടോ.
മുമ്പിലത്തേത് ഇങ്ങനെ 4 പുറം പടന്നിനായിരുന്നു. പക്ഷേങ്കിൽ ആ പടന്നത് എനിക്ക് മണ്ണിലാക്കാൻ പറ്റാത്തതുകൊണ്ട് ഒറ്റ കിഴങ്ങ് പുറത്ത് കഴിഞ്ഞിട്ടില്ല. നിറച്ചും പടന്ന് വന്നിന്. പക്ഷെ അത് ഞാൻ പുറത്താക്കിയിട്ടില്ല, അവിടെ സ്ഥലവും ഇല്ലാതുകൊണ്ട്. പിന്നെ അത് എടുത്തിട്ട് പോകാൻ പറ്റുന്നില്ല, ഇത് ഭയങ്കര വെയിറ്റാണ്. ഞാനെങ്ങനെയല്ലോ ബലിച്ചിട്ടില്ല എന്ന് കൊണ്ടുവന്നിനി. എന്താ ഇതെല്ലോ വലിച്ചു പിടിച്ചിട്ടില്ലാന്ന് ഞാൻ കൊണ്ടുവന്നേ. വലിച്ചു വിട്ടില്ല. ഇതിപ്പം ഇങ്ങോളെത്തും. ഇതിപ്പോൾ ഇങ്ങോളം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പം കണ്ടില്ലേ, ഇതേപോലെ ഞാനിവിടെ ഇട്ട് കൊടുത്തു. കണ്ടല്ലോ, ഇപ്പം കണ്ടല്ലോ. ഇവിടെ ഒരു ഏലും കൊണമില്ല, സ്ഥലവുമില്ല, സ്റ്റാൻഡ് വെക്കാൻ വരെ സൗകര്യമില്ല. അതുകൊണ്ട് ഇതിപ്പം ഇത് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ഇപ്പം കണ്ടോ, ഇതുപോലെ നമ്മൾ ഇതേപോലെയാണ് നട്ടിട്ടുള്ളത്. കണ്ടാ, ഇതുപോലെ തല കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നട്ടിട്ടുള്ളത്. ഇത് ഇങ്ങനെ ഇനിയിപ്പോൾ അടന്ന് വരുമ്പോൾ അപ്പുറത്തെ ഭാഗത്തോട്ട് പടുത്താൻ സൗകര്യമില്ല. ഇതിപ്പോൾ കണ്ടല്ലോ കിഴങ്ങ്. ഇത് ഇനിയിപ്പം നമുക്ക് ഞാൻ പയ്യെ കാണിച്ചു തരാം. നല്ല കിഴങ്ങായിട്ടാകുമ്പോൾ കിളക്കും. മണ്ണിടുമ്പോൾ ഇനിയത്തെ മണ്ണിടൽ പണിയെടുക്കലും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരിക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, പിന്നെ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഇതാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം, ഗുഡ്.